നമസ്കാരം. ഗ്രാമ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ വലപ്പാട് സ്വദേശി പോലീസ് പിടിയിലായി. കോതകുളത്തും കയ്പമംഗലത്തും മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണം സംബന്ധിച്ചുള്ള ഉന്നതതല യോഗം മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്നു. വാടാനപ്പള്ളിയിൽ തെരുവുനായ ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തുടനീളം വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ. വലപ്പാട് കോതകുളം സ്വദേശി പൊന്തേലവളപ്പിൽ ഫാരിജാനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപ്പനിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ 1,98,000 രൂപയ്ക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ്. കേരളത്തിലെ പല ജില്ലകളിലായി 12ഓളം വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറച്ചുവിറ്റതുമായ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വലപ്പാട് സ്റ്റേഷനുകളിലെ പല കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് മലമ്പുഴ ഡാമിന് സമീപത്തുള്ള ഒരു റിസോർട്ടിൽ നിന്ന് കയ്പമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനുശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണത്തിനൊടുവിൽ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI KS സൂരജ്, ASI PK നിഷി, ഗ്രേഡ് സീനിയർ CPOമാരായ TS സുനിൽകുമാർ, അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വലപ്പാട് കോതകുളത്തും കയ്പമംഗലത്തും മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണം സംബന്ധിച്ചുള്ള സർക്കാർ ഉന്നതതല യോഗം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വച്ച് ചേർന്നു. നാട്ടിക MLA CC മുകുന്ദൻ, കയ്പമംഗലം MLA T ടൈസൺ മാസ്റ്റർ, സംസ്ഥാന തലത്തിലുള്ള ഫിഷറീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള അന്വേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 2013 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികളുടെ ഭാഗമായി പെർമനന്റ് പോയിന്റുകൾ, ട്രോപ്പോഗ്രാഫിക് സർവേ, സൗണ്ടിംഗ് എന്നിവ പൂർത്തീകരിച്ചു. 2022 CC മുകുന്ദൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ വലപ്പാട് കോതകുളത്ത് മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 68 ലക്ഷം രൂപ ഉൾപ്പെടുത്തുകയും 27.5 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇരു പ്രദേശവും തമ്മിൽ 9 കിലോമീറ്റർ ദൂരമുള്ളതുകൊണ്ട് രണ്ട് പ്രദേശത്തും ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടായി. നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സർക്കാരിലേക്ക് നൽകാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തൃപ്രയാർ മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ തൃപ്രയാർ മീഡിയ കൺവെർജൻസ് വാർഷിക പൊതുയോഗം നടത്തി. പെരിങ്ങോട്ടുകര TMC ഹാളിൽ നടന്ന പൊതുയോഗം തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. TMC ചെയർമാൻ EL ടോണി അധ്യക്ഷനായി. മാനേജിംഗ് പാർട്ണർ TD സുഭാഷ് റിപ്പോർട്ടും സിജോ കുണ്ടുകുളം സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA മേഖലാ പ്രസിഡന്റ് റഹീം TM, സെക്രട്ടറി സുമേഷ് കുമാർ, PN സുജിന്ദ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ കാലഘട്ടത്തിൽ ഇതെന്തായാലും നിർത്തിക്കൊണ്ടുള്ള സമയമായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 30 വർഷം അല്ലെങ്കിൽ 15 വർഷം ഇത് എത്തിച്ചേരുമ്പോൾ തീർത്തും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലെ വളരെ അഭിമാനകരമായ നാട്ടങ്ങളൊക്കെ നമുക്ക് കൂട്ടിക്കാട്ടാവുന്നു. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വാടാനപ്പള്ളി 15-ാം വാർഡ് ഫ്രണ്ട്സ് റോഡിലെ തെരുവുനായ ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം തെരുവുനായ്ക്കൾ ആക്രമിച്ചതുമൂലം സൈക്കിളിൽ നിന്ന് വീണ് വാടാനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ അദ്നാന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഫ്രണ്ട്സ് റോഡ് കൂട്ടായ്മ പ്രതിഷേധ യോഗം നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം നടത്തിയത്.
തെരുവുനായ്ക്കളുടെ ശല്യത്തിനെതിരെ വിപുലമായ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ അദ്നാൻ എന്ന് പറയുന്ന കുട്ടി ഫ്രണ്ട്സ് റോട്ടിൽ പട്ടിയുടെ ഉപദ്രവം മൂലം കുട്ടിക്ക് അപകടം പറ്റുകയും ഇപ്പോൾ ജൂബിലി ആശുപത്രിയിൽ ICUയിൽ കിടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ രാധാകൃഷ്ണൻ്റെ വീട്ടിലൊരു യോഗം ചേരുകയും ആ യോഗത്തിൽ നമ്മൾ നിരവധി ചർച്ചകൾ, വളരെ ഭംഗിയായിട്ടുള്ള ചർച്ചകൾ വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ വിധി കെടുക്കുകയാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഷെൽട്ടർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്ഥലം കണ്ടെത്തണം, അതിന് കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ നമ്മളൊരു തീരുമാനമെടുത്തു. ഒരു സ്ഥലം 10 സെൻറ്റ് സ്ഥലം കണ്ടെത്തി നായ്ക്കളെ സംരക്ഷിക്കുന്ന ഒരു ഷെൽട്ടർ പണിയാനായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനം. നാട്ടികദേശം ശ്രീ അയ്യപ്പ ഭക്തജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദേശവിളക്ക് ഭക്തി നിർഭരമായി. നാട്ടിക ഗവൺമെന്റ് B.Ed സെന്റർ മൈതാനിയിൽ പുലർച്ചെ 108 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, പ്രഭാത പൂജ, കലശം എഴുന്നള്ളിപ്പ്, രാവിലെ നാട്ടിക ബീച്ച് ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിപ്പ്, തുടർന്ന് അയ്യപ്പ സഹസ്രനാമ സമൂഹാർച്ചന, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ദീപാരാധന, കൈകൊട്ടിക്കളി, രാത്രി തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തെയ്യം, പഞ്ചവാദ്യം, നാദസ്വരം, ഉടുക്കുപാട്ട്, ചിന്തുപാട്ട്, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് അത്താഴപൂജ, അന്നദാനം, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം എന്നിവ നടന്നു. CB പ്രകാശൻ ശാന്തി മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരം മരണാനന്തര സഹായമായി 10 ലക്ഷം രൂപയാണ് വ്യാപാരി കുടുംബത്തിന് നൽകിയത്. E.T. ടൈസൺ MLA ധനസഹായ വിതരണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, PA ഷാജഹാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൌൺസിൽ അംഗം PK റാസിഖ്, നിയോജക മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ, ട്രഷറർ MB മുബാറക്, ചന്ദ്രാപ്പനി യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ, മുബാറക് ഗൾഫ് ഡീൽ എന്നിവർ സംസാരിച്ചു. അവരെ സഹായിക്കാവുന്ന രീതിയിൽ വലിയ അർത്ഥത്തിലാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും
മലയാളി സമൂഹത്തിനുള്ളൊരു മേന്മ അവകാശപ്പെടാൻ കഴിഞ്ഞത് ദുരന്ത സമയത്ത് നാട് ഒരുമിക്കുക എന്നുള്ള പ്രക്രിയയിൽ നമ്മൾ ഇന്ന് മുമ്പിലാണ്. ഒരു കക്ഷി മത മറ്റ് രാഷ്ട്രീയ ഒരു ചിന്തയും ഇല്ലാതെ ഒരുമിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു. പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാട്ടിക SN ഹാളിൽ വെച്ച് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. കേരളത്തിലെ മറ്റു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ യുവാക്കൾ ഒക്കെ നിരവധി മത്സരങ്ങൾ അവർക്ക് വേണ്ടിയുണ്ട്. ആ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവരുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. പക്ഷേ സാധാരണക്കാരായ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി അവസരങ്ങളില്ല. അങ്ങനെ അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കേരളോത്സവം തുടങ്ങിയത്. അതിന് ആദ്യകാലത്ത് വിദ്യാർത്ഥികൾക്ക് അത് മത്സരിക്കാൻ തന്നെ പാടില്ലായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ നിമിഷ അജീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, സജിത PI, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജൂബി പ്രദീപ്, സുധ KB, കല ടീച്ചർ, വസന്ത ദേവലാൽ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, CR ഷൈൻ, ജോയിന്റ് BDO KK ലത, കേരളോത്സവം ചാർജ് ഓഫീസർ ലില്ലി KO, യൂത്ത് കോർഡിനേറ്റർ അമൽ T പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി റജികുമാർ VS എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ഗ്വാഡലുപ്പെ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. പരിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ ഡോക്ടർ ജോൺ മൂലൻ നേതൃത്വം നൽകി. തുടർന്ന് റോസാപ്പൂവ് വെഞ്ചരിപ്പ്, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തിരുനാൾ കുർബാനയ്ക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, ഫാദർ ഫ്രാൻസിസ് കല്ലുപുറത്തുകാരൻ, ഫാദർ ചെറിയാൻ മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. മാതാവിന് സാരി സമർപ്പണം, നേർച്ചയൂട്ട് എന്നിവ ഉണ്ടായിരുന്നു. മാതാവിന്റെ ഗ്രോട്ടോയിൽ വിവിധ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അഖണ്ഡ ജപമാല നടത്തി. പള്ളി ചുറ്റി ജപമാല പ്രദക്ഷിണവും ഉണ്ടായി. തുടർന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് ചിറമൽ സീനിയർ നേതൃത്വം നൽകി. വൈകുന്നേരം തിരുനാൾ പ്രദക്ഷിണം നടന്നു. തിരുനാൾ പരിപാടികൾക്ക് വികാരി ഫാദർ ജോൺ മൂലൻ, കൈക്കാരന്മാരായ ഫ്രാൻസിസ് വടക്കൻ, ജോഷി മാങ്ങൻ, ജോയ് ചിറയത്ത്, ജനറൽ കൺവീനർ വർഗീസ് ചമ്മണത്ത് എന്നിവർ നേതൃത്വം നൽകി. ഏറ്റവും വലിയ ആഘോഷവുമായി കുർബാന യോഗ്യതാപൂർവം വർദ്ധിക്കാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ
അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി മൂന്നുപേടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് ലീഗ് നേതാക്കളായ കെ സക്കറിയ, ടി.എ. ഫഹദ്, മൻസൂർ അന്താറത്തറ, സലീം പുറക്കുളം, നാസർ ചളിങ്ങാട്, യു.ഐ. ഷമീർ, പി.എ. ഇസ്ഹാഖ് പള്ളിത്താനം, വി.എം. സൈഫുദ്ദീൻ, കെ.വൈ. അബ്ദുൽ നാസർ എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ എലൈറ്റ് പടി പെട്രോൾ പമ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജീവനക്കാരിക്ക് പരിക്കേറ്റു. തളിക്കുളം പത്താങ്കല്ല് കിഴക്ക് ഭാഗം താമസിക്കുന്ന പേളി വീട്ടിൽ അനിൽകുമാർ ഭാര്യ രമ്യയ്ക്കാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഇവരെ തൃത്തല്ലൂർ സഹചാരി സെന്റർ ആംബുലൻസ് പ്രവർത്തകർ ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം. വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. 5-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? ഡി, നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. ജനജീവിതം ദുരിതപൂർണമാക്കുന്ന അന്യായമായ വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് കണ്ടശാങ്കടവ് ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് സർക്കാരോട് ആവശ്യപ്പെട്ടു.
വൈദ്യുതി വകുപ്പ് ഇപ്പോൾ 16 പൈസയും 3 മാസം കഴിഞ്ഞാൽ 2 പൈസയുടെയും വർധന ഒന്നിച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈദ്യുതി വില വർധനവ് കുടുംബ ബജറ്റിന് ഇരട്ടടിയായി തീരുമെന്നതിനാൽ വൈദ്യുതി വർധനവ് പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കണ്ടാശങ്കടവ് ഫൊറോന പ്രൊമോട്ടർ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ചേർന്ന യോഗത്തിൽ ഫൊറോന സമിതി പ്രസിഡന്റ് അരുൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിമിൻ പെരുമാട്ടിൽ, PI ബിജോയ്, പ്രിൻസ് പുലിക്കോട്ടിൽ, സീന ലോറൻസ്, സിൽജി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് വടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ VS ബിനു ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ലെവലില് ബോയ്സ് ആണ് റണ്ണർ അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് അവരുടെയാണ് സ്റ്റേറ്റ് ലെവലിൽ CBSE സിലബസിൽ സ്റ്റേറ്റ് ലെവലിൽ അവരാണ്. ഇത്രയും വലിയൊരു മിടുക്കന്മാരുള്ള സ്കൂള് അല്ലെങ്കിൽ മിടുക്കന്മാരെ മെഡിക്കലുകളിലും പഠിക്കുന്ന സ്കൂളാണെന്ന് ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല. അത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ CSMലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഞാൻ നൽകുകയാണ്. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു, സെക്രട്ടറി CM നൌഷാദ്, വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, മാനേജർ PK ഹൈദരാലി, PTA പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 4 കാറ്റഗറികളായി 60 ഇനങ്ങളിലാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ നടക്കുന്നത്. Now Ruby House is marching majestically. Red symbolizes passion, sincerity, power and strength. Led by Captain Mohammad Abdul Latif and Vice Captain. കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ 56ാം വാർഷിക മഹാസമ്മേളനം ഡിസംബർ 15 മുതൽ 22 വരെ 8 ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മതഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബുസ്താനുൽ ഉലൂം. 15-ന് വൈകിട്ട് ഉദ്ഘാടന സമ്മേളനം, 16-ന് രാവിലെ 9 മണിക്ക് ഭിന്നശേഷി സമ്മേളനം, വൈകിട്ട് 4:30-ന് ഹലാവത്തുൽ ഖുർആൻ, 17-ന് വൈകിട്ട് 4:30-ന് വിദ്യാർത്ഥി യുവജന സൗഹൃദ സമ്മേളനം, 18-ന് ഹദീസ് സമ്മേളനം, 19-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അബാഖിറ അറബിക് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരം, വൈകിട്ട് 4:30-ന് അന്താരാഷ്ട്ര ഭാഷാ സമ്മേളനം, 20-ന് വൈകിട്ട് ആസ്തിക സമ്മേളനം, 21-ന് രാവിലെ 9 മണിക്ക് പൂർവാധ്യാപക വിദ്യാർത്ഥി സമ്മേളനം, ഉച്ചയ്ക്ക് 2 മണിക്ക് വനിതാ സമ്മേളനം, വൈകിട്ട് 4:30-ന് നവോത്ഥാന സമ്മേളനം, 22-ന് രാവിലെ 9 മണിക്ക് ഫാമിലി കോൺഫറൻസ്, സർഗവിരുന്ന്, ഉച്ചയ്ക്ക് 2 മണിക്ക് IT കോൺഫറൻസ്, വൈകുന്നേരം 4:30-ന് സമാപന സമ്മേളനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. സമ്മേളനങ്ങൾക്ക് പുറമെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ, ബുക്ക് ഫെയർ, കാലിഗ്രാഫി ഗാലറി തുടങ്ങിയവയും ഉണ്ടാകും. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MP-മാർ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ, KNM നേതാക്കൾ തുടങ്ങിയ പ്രഗത്ഭർ വിവിധ സമ്മേളനങ്ങളിൽ സംബന്ധിക്കും. ഭാരവാഹികളായ PK മുഹമ്മദ്, അഹമ്മദ് അനസ് മൗലവി, KA ബഷീർ, MB ഷാഹുൽ ഹമീദ്, K അഫ്സൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ധാർമ്മികമായ അന്തരീക്ഷത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നാനാ തലങ്ങളിൽ ഭൗതിക മത വിദ്യാഭ്യാസ സമന്വയത്തിലൂടെ സമൂഹത്തിൻ്റെ നാനോന്മുഖമായ മേഖലകളിലേക്ക് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉന്നതമായ വിദ്യാഭ്യാസ സമുച്ചയമായി മാറുക എന്നുള്ളതാണ് ഈ സ്ഥാപനം ഈ രൂപത്തിലൊരു 8 ദിവസത്തെ സമ്മേളനം നടത്തുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘകാലമായി മൂത്രാശയ സംബന്ധ അസുഖബാധിതനായ കാട്ടൂർ സ്വദേശി മിഥുൻ ബാബുവിന് ചികിത്സാ സഹായവുമായി മണപ്പുറം ഫൗണ്ടേഷൻ 90,000 രൂപയുടെ ചികിത്സാ സഹായമാണ് മിഥുന് നൽകിയത്. പരിപാടിയിൽ മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ, CEO ജോർജ് D. ദാസ്, CSR ഹെഡ് ശിൽപ ട്രീസ് സെബാസ്റ്റ്യൻ, ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്ര ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. മണപ്പുറം ഫൗണ്ടേഷൻ 2 ഘട്ടമായി 1 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയിട്ടുണ്ട്. 2020 പാർട്ടി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നേതൃസംഗമവും നടന്നു. പെരിഞ്ഞനം ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിശങ്കർ പുല്ലാനി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്,
കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ്, ഹർഷ തേപ്പറമ്പിൽ, ശിവരാമൻ തറയിൽ എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ അതിന് ജനങ്ങളെ തിരിച്ചറിവിലേക്ക് കൈനീട്ടി അല്ലെങ്കിൽ കൈപിടിച്ച് കൊണ്ടുപോയി മനസ്സിലാക്കി കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നാൽ അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൂടെ അത് കാണിച്ചു കൊടുത്ത് അവരെ രാഷ്ട്രീയത്തിലൂടെ പ്രബുദ്ധതയിലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കയ്പ മണ്ഡലം നിയോജക മണ്ഡലം 2020 അടുത്ത 2026 വരുന്ന തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമായി മാറും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന്റെ 13ാം ദിവസം സംഗീത കൃഷ്ണ, DR ഭരത് കൃഷ്ണ എന്നിവരുടെ സംഗീത കച്ചേരികൾ അരങ്ങേറി. തൃശൂർ രഘു വയലിനിലും ഡോക്ടർ പാലക്കാട് കെ ജയകൃഷ്ണൻ മൃദംഗത്തിലും ഇരിങ്ങാലക്കുട മുരളീധരൻ മൂവർ ശംഖിലും അകമ്പടിയേകി. വലപ്പാട് തരംഗവത് നാട്യകലാക്ഷേത്ര ഗുരു മീനു രാഗീഷും ശിഷ്യരും അവതരിപ്പിച്ച നാട്യാർപ്പണവും ബാംഗ്ലൂർ ദേവി നൃത്താലയ ഡയറക്ടർ രാധിക രാജീവ് കുമാർ അവതരിപ്പിച്ച ഭരതനാട്യം മാർഗം കച്ചേരിയും നടന്നു. ബാംഗ്ലൂർ സ്നേഹശ്രീ നാട്ടുവാങ്കത്തിലും ഹർഷിത വിദ്യ വായ്പാട്ടിലും നാരായണസ്വാമി മൃദംഗത്തിലും സുരേഷ് നമ്പൂതിരി വയലിനിലും വേദിയൊരുക്കിയ ദേവസ്ഥാനത്തെ സംഗീത നൃത്ത മണ്ഡപത്തെ ഹൃദ്യസാന്ദ്രമാക്കി. എയർ കണ്ടീഷണർ റെഫ്രിജറേഷൻ തൊഴിലാളി സംഘടന HVACR എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 15-ന് ഞായറാഴ്ച തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10-ന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി VS സുനിൽകുമാർ അവാർഡുകൾ സമ്മാനിക്കും. സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ N മുഖ്യപ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി മനോജ് KR സംഘടനാ വിശകലനവും നടത്തും. അസോസിയേഷൻ അംഗങ്ങൾക്ക് സഹായനിധിയും അപകട ഇൻഷുറൻസ് പദ്ധതിയും ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ, സെക്രട്ടറി മാർട്ടിൻ, ട്രഷറർ പ്രശാന്ത് മോഹൻ, സാബു AJ, സജീവ് കാരയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയും തൃശൂർ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് വലപ്പാട് ഏങ്ങൂർ ക്ഷേത്ര ഹാളിൽ വെച്ച് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ നടത്തും. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 94615256 9947335555. നാട്ടിക തട്ടുപറമ്പിൽ ക്ഷേത്രത്തിന് സമീപം തൃപ്രയാർ നന്ദനം സിൽക്സ് ഉടമ തട്ടുപറമ്പിൽ അഭിലാഷിന്റെ ഭാര്യ രാഖി അന്തരിച്ചു. 47 വയസ്സായിരുന്നു. കാറളം VHS സ്കൂൾ അധ്യാപികയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളായ അഭിനന്ദ്, അനശ്വര എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വ്യാജസ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ വലപ്പാട് സ്വദേശി പോലീസ് പിടിയിലായി. കോതകുളത്തും കയ്പമംഗലത്തും മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണം സംബന്ധിച്ചുള്ള ഉന്നതതല യോഗം മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്നു. വാടാനപ്പള്ളിയിൽ തെരുവുനായ ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.